ഡാവിഞ്ചി റിസോൾവ് ഫ്യൂഷൻ്റെ അത് നമ്മളൊരു വീഡിയോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻസ്പെക്ടറിൽ വന്നു കഴിഞ്ഞാൽ അതിനൊന്ന് സൂം ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റി വെക്കാനോ അല്ലെങ്കിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാനോ യാതൊരു ഓപ്ഷനും അതിൽ കാണാനില്ല അല്ലേ. ഈ ഒരു പ്രശ്നം നമ്മളിങ്ങനെ സോൾവ് ചെയ്യുന്നത് അറിയോ, ഇവിടെ ട്രാൻസ്ഫോം നമ്മൾ നോഡ് കാണാൻ പറ്റും. ട്രാൻസ്ഫോമിനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് കണക്ട് ചെയ്യാം. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ ഷിഫ്റ്റ് സ്പേസ് അടിക്കുക, എന്നിട്ട് ഇവിടെ ട്രാൻസ്ഫോം അല്ലെങ്കിൽ XF എന്ന് സെർച്ച് ചെയ്യുക. കണ്ടോ, XF എന്ന് സെർച്ച് ചെയ്താലും ട്രാൻസ്ഫോം സെർച്ച് ചെയ്താലും ഈ ഒരു നോഡ് കിട്ടും. ഇതിനെ ആഡ് ചെയ്യാം. ഓക്കെ അല്ലേ. എന്നിട്ട് ഇതിൻ്റെ ഇൻസ്പെക്ടറിൻ്റെ അകത്ത് വരിക. ഇതിൻ്റെ ഇൻസ്പെക്ടറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ സെൻറ്റർ പോയിന്റ് കാണാൻ പറ്റും. അതിനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇമേജിനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മൂവ് ചെയ്ത് വെക്കാം. പിന്നെ സൈസ് എന്ന് കാണാൻ പറ്റും. സൈസ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്കെയിലിങ് സൂം ചെയ്യാം, സൂം ഔട്ട് ചെയ്യാം. ഓക്കെ അല്ലേ. ഇനി ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചുരുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലിപ്പിംഗ് ആണ്. ഇങ്ങോട്ടേക്ക് തിരിച്ച് വെക്കാം, തല കുത്തനെ വെക്കാം. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ആംഗിൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആംഗിൾ തിരിച്ച് കഴിഞ്ഞാൽ അതിനെ നോക്കി ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.